ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ 2023 റീസെൻ്റായി റിലീസായിട്ടുള്ള മൈ അൺകാനി ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു കോമഡി റൊമാൻറ്റിക് ചൈനീസ് ഡ്രാമയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സീൻ കാണിക്കുന്നത് മൂക്ഷി രാജ്യത്തിലെ രാജാവിനെയാണ്. ആ രാജാവ് വന്ന് രാജാവിൻ്റെ വൈഫ് മീൻസ് മഹാറാണി വന്ന് ലേബർ റൂമിലാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനായി നിൽക്കുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ രാജാവിനാണെങ്കിൽ ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ. ആകെ ഒരാളെയാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി രാജാവിന് 40 വയസ്സും കൂടി കഴിഞ്ഞുകൊണ്ട് രാജാവ് ആകെ ടെൻഷനാണ്. കാരണം രാജാവിൻ്റെ ഒരു ടൈം കഴിയുന്ന സമയത്ത് ആര് ഈ രാജ്യത്തെ സംരക്ഷിക്കുക, അതിൻ്റെ ടെൻഷനിൽ റാണി പ്രസവിക്കാനും കിടക്കില്ല. അതിൻ്റെ കൂടി ടെൻഷനിൽ രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റ് വന്ന് പറയുവാണ് നമ്മുടെ റാണി റാണിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്, കുഞ്ഞിനെയും അതുപോലെ തന്നെ റാണിയും കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ലെന്ന് പറയണം. അപ്പോൾ രാജാവ് പറയുകയാണ്, അവൾ എൻ്റെ കൂടെയൊക്കെ യുദ്ധത്തിനൊക്കെ വരുന്നില്ല, അതുകൊണ്ട് അവളുടെ ശരീരത്തിന് അത് താങ്ങാനുള്ള പവർ കാണും. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ യുദ്ധത്തിൻ്റെ ഒരു ഇത് എന്ന് പറയുമ്പോൾ ഈ ചെണ്ടകൊട്ടും അവരുടെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് കേൾക്കുമ്പോൾ അവൾക്ക് ഇച്ചിരി പവർ വന്ന് പ്രശ്നമൊന്നുമില്ലാതെ അവൾ കുഞ്ഞിനെ പ്രസവിക്കും, അവൾക്കും പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓർഡർ എല്ലാവർക്കും കൊടുക്കാൻ പറയണം. അപ്പോൾ അസിസ്റ്റൻ്റ് ഇത് പറയുന്നതോട് കൂടി അവർ നാട് നീളെ നടന്ന് എവിടെയൊക്കെ ചെണ്ടയുണ്ടോ അവിടെയെല്ലാം മേളം കൊട്ടാൻ പറയുകയാണ്, യുദ്ധത്തിൻ്റെ ആ കാഹളം മുഴക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള രാജ്യത്ത് കാണിക്കുവാണ്. ആ രാജ്യത്തിൻ്റെ പേരാണ് ഷുവാനിയോ രാജ്യം. ആ രാജ്യത്ത് വന്നിട്ട് അവിടെ ഒരു ദൂതൻ വന്നിട്ട് യുദ്ധകാഹളം മുഴങ്ങുന്നെന്നും പറഞ്ഞ് അവിടുത്തെ രാജാവിനെ വന്ന് പറയണം. അവിടുത്തെ രാജാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാജാവ് ഇപ്പം ചാവും എന്നുള്ള രീതിക്ക് നിൽക്കുക, എല്ലൊക്കെ അടിച്ചിട്ടൊരു രാജാവാണ്, നേരെ പോലും നിൽക്കാൻ സാധിക്കാത്തൊരു രാജാവാണ്. ആ രാജാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പോൾ ഈ രാജാവ് പറയുവാണ്, എന്നുവെച്ചാൽ ഷുവാനിയോ രാജ്യത്തിലെ രാജാവ് പറയുവാണ്, അവർ എന്ത് ദ്രോഹികളാണ്, ഈ പാതിരാത്രി വേണോ അവർക്ക് അവിടെ നിന്ന് യുദ്ധം എടുത്തുകൊണ്ട് വരാൻ, അവർ എൻ്റെ രാജ്യത്ത് ഈ പാതിരാത്രി കീഴടക്കാൻ വേണ്ടി അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ഈ രാജാവ് ഇവിടെ കിടന്ന് ചൂടാവുകയാണ്. എന്നിട്ട് ഷുവാനിയോ രാജ്യത്തിലെ രാജാവ് പറയാണ്, വേഗം പടയാളികളെല്ലാം തയ്യാറാക്കും, ഞാൻ തന്നെ പേഴ്സണലി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നടക്കുവാണ്. എന്നാൽ അദ്ദേഹത്തിന് ചൊവ്വനെ നടക്കാനുള്ള ഒരു തെമ്പ് പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ മൂക്ഷി രാജ്യത്ത് കാണിക്കുവാണ്, ഇവരിങ്ങനെ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് രാജാവ് അവിടെ ഭയങ്കര ടെൻഷനായി നിൽക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റ് കുഞ്ഞിനെയും കൊണ്ടുവന്ന് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് റാണിയെ രക്ഷിക്കാൻ പറ്റിയില്ല, അവർ മരിച്ചു പോയെന്ന്. അപ്പോൾ രാജാവ് ആകെ തകരുക. അത് കഴിഞ്ഞ് രാജാവ് ചോദിക്കുകയാണ്, ഇത് ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോ എന്ന്. എടുത്തുകൊണ്ട് അസിസ്റ്റൻ്റ് പറയുകയാണ് ഇതൊരു പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പോൾ അതും കൂടി കേട്ടോടുകൂടി രാജാവിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഇതെല്ലാം പോയി. ആകെ ടെൻഷനായി രാജാവ് നിൽക്കുക. എന്നിട്ട് അസിസ്റ്റൻ്റ് പറയുവാണ്, രാജാവ് ഇനി എന്തോ ചെയ്യും. അങ്ങനെ ചോദിക്കുമ്പോൾ രാജാവ് പറയാണ്, ഇത് എനിക്ക് ജനിച്ച ആങ്കൊച്ചാണ്, മാത്രമല്ല എന്നും പറഞ്ഞ് ആ രാജമുദ്ര എടുത്ത് അവന് വെച്ചിട്ട് പറയാണ്, ഇവനാണ് മീൻസ് രാജാവിനെ അറിയാം അത് പെൺകുട്ടിയാണെങ്കിൽ പോലും ഇവനാണ് ഇനി നമ്മുടെ മൂക്ഷി രാജ്യം, എനിക്ക് ശേഷം മൂക്ഷി രാജ്യം ഭരിക്കാൻ പോകുന്നത് ഇവനാണെന്ന് പറയാം. അപ്പോൾ അസിസ്റ്റൻ്റ് കാര്യം മനസ്സിലായി, വേഗം തന്നെ ഓർഡർ കൊടുക്കുകയാണ്. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു ലേബർ റൂമിന് ഇതിനെപ്പറ്റി അറിഞ്ഞ എല്ലാവരെയും കൊന്നെടുക്കാൻ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അസിസ്റ്റൻ്റ് മാത്രമേ അറിയത്തുള്ളൂ എന്ത്, നമ്മുടെ ഈ ഹീറോയിനാണ് ജനിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ എന്താണ് പെൺകുട്ടിയാണെന്നുള്ള കാര്യം ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമ്മുടെ അസിസ്റ്റൻ്റ് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി അവിടെ ഉള്ള ലേബർ റൂമിലെ ഇവരെല്ലാവരും കൊന്നെടുക്കുവാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കാണിക്കുവാണ്, നമ്മുടെ ഷിയാനിയോ രാജ്യത്തെ രാജാവ് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സോൾജേഴ്സിനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരിപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട്. രാവിലെ ആയപ്പോൾ ഒരു സോൾജർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുവാണ്, ഒരു സോൾജർ പോലും എവിടെ നിന്ന് വന്നിട്ടില്ല, മൂക്ഷി രാജ്യത്തു നിന്ന് ഇവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ ഷിയാനിയോ രാജ്യത്തിലെ രാജാവിന് ദേഷ്യം വരിക, അവരെന്തോ എന്നെ കളിയാക്കുവാണോ, ഇവരെന്നെ ട്രിക്ക് ചെയ്തതാണല്ലേ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചൂടായിട്ട് എണീറ്റ് നിൽക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല ബോഡിക്ക് തെമ്പൊന്നുമില്ല, അദ്ദേഹം അങ്ങ് വിറച്ചങ്ങ് വീഴാൻ പോകും. അപ്പോൾ റാണി പെട്ടെന്ന് വന്നിട്ട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇത്രയും ദേഷ്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം മരിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കുട്ടി ഹീറോ അവിടെ നിൽപ്പുണ്ട് അടുത്ത്. ഓക്കെ, ഹീറോയിൻ്റെ അടുത്ത് പറയുവാണ്, അവർ നമ്മുടെ ശത്രുക്കളാണ്, നീ ഒരിക്കലും അവരുടെ ഒരു ഇതിൽ നീ വീണ് പോകരുത്, മാത്രമല്ല അവരെ നശിപ്പിക്കണം എന്നുള്ളതായിരിക്കണം നിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്നും പറഞ്ഞ് നീ എനിക്ക് വാക്കുതാ, അങ്ങനെ ഒരു കാര്യമായിരിക്കണം നിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് രാജാവ് എങ്കിലേ എനിക്ക് സമാധാനമായിട്ട് മരിക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ആ ഷുവാനിയോ രാജ്യത്തിലെ രാജാവ് വന്ന് മരിച്ചു പോവുകയാണ്. നമ്മുടെ ഹീറോ വളരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹീറോയിനും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ആങ്കൊച്ചിൻ്റെ പോലെ വളർത്തുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഇവർ അച്ഛനും മീൻസ് മൂക്ഷി രാജ്യത്തിലെ രാജാവും നമ്മുടെ ഹീറോയിനും കൂടി എന്നുവെച്ചാൽ അച്ഛനും മോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുവാണ്, ഞാൻ എണീറ്റ് നിന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യണമെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയും, അസിസ്റ്റൻ്റ് എല്ലാവരും പറയും, നീ അങ്ങനെ ട്രൈ ചെയ്യ്, കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ രാജ്യത്തിന് കാര്യങ്ങൾ. പക്ഷേ അവൾക്ക് അറിയാം അവളൊരു പെൺകുട്ടിയാണ്, പക്ഷേ മറ്റുള്ളവർ മുന്നിൽ ഒരു ആൺകുട്ടിയുടെ പോലെയാണ് അവളെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത്. അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് എന്തൊക്കെ പഠിപ്പിക്കും അതെല്ലാം തന്നെ എന്നുവെച്ചാൽ ഒരു രാജകുമാരനെ എന്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കും അതെല്ലാം തന്നെ അവളെ പഠിപ്പിക്കുന്നുണ്ട്. ഫൈറ്റ് ചെയ്യാനായാലും അമ്പ് വിടാനാണെങ്കിലും എല്ലാ രീതിക്കും അവളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം
നമ്മുടെ മുക്ഷി രാജ്യത്തിലെ രാജാവിന് മരണശേഷം ഹീറോയിനാണ് ആൺവേഷത്തിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണാണെങ്കിൽ പോലും ആൺവേഷത്തിൽ ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? നമ്മുടെ ഹീറോയിനാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു നാടിനെ നോക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ വളർന്നു വരുന്നത്. അങ്ങനെ മുക്ഷി രാജ്യത്തിലെ രാജാവിന് മരണശേഷം നമ്മുടെ ഹീറോയിൻ വന്ന് അവിടെ സ്ഥാനമേറ്റിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഇനി മുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം എന്താണ്? ഒരേ കണക്കാണ്. ഇനി ആണുങ്ങൾ വീട്ടിലിരുന്ന് വീട്ടുജോലി ചെയ്യണം, പെണ്ണുങ്ങളെല്ലാം പുറത്തുപോയി സമ്പാദിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു ഉത്തരവ് ഇറക്കുവാണ്. ഇതേ സമയം നമ്മുടെ ഷിയാൻയു രാജ്യത്തിലെ അവിടെയുള്ള ഒരു രാജകുമാരൻ എന്താ പറയുന്നത്, ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നും പറഞ്ഞ് അവനെ കെട്ടിവെച്ച് നമ്മുടെ ഹീറോ വന്ന് അമ്പ് ചെയ്യുവാണ്. ആ സമയത്ത് ഹീറോയുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയുവാണ്, എന്താണ്, നമ്മുടെ മുക്ഷി രാജ്യത്തിലെ പഴയ രാജാവ് മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മോനാണ് ഇപ്പോൾ ഭരണം ഏറ്റെടുത്തെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുവാണ്, ഓക്കെ, അപ്പോൾ പണ്ടത്തെ രാജാവിൻ്റെ കടമെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൊടുക്കാൻ വെച്ചിരുന്ന പണികളെല്ലാം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ മോൻ അനുഭവിക്കട്ടെ എന്ന്. മാത്രമല്ല എന്താണ്, അവൻ്റെ തൊലി ഉരിച്ച് അവനെ കഷ്ണമാക്കി ഞാൻ കൊന്നു കളയും, അതുകൊണ്ട് അവനെ നമുക്ക് പിടിച്ചുകൊണ്ട് വരണം, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതിന് മുമ്പ് ഇവൻ്റെ കാര്യം തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെ തീർക്കുവാണ്? അവിടെ മോശമായിട്ട് പെരുമാറുന്ന പറഞ്ഞ രാജകുമാരനില്ലേ, അവനെ അങ്ങ് എന്താ പറയുന്നത്, അമ്പ് ചെയ്ത് കൊല്ലുവാണ്. അതിനുശേഷം നമ്മുടെ മുക്ഷി രാജ്യത്തിലെ ആ അരൺമനയെ കാണിക്കുവാണ്. അരൺമനയിൽ വന്ന് എന്താ പറയുന്നത്, ചർച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളൊരു ഓർഡർ കൊടുത്തില്ലേ, ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ, ആണുങ്ങൾ വീട്ടിലിരിക്കട്ടെ, പെണ്ണുങ്ങൾ പുറത്ത് പോയി ജോലി ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഇത് ആണുങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ഓരോരുത്തരായി വന്നിട്ട് അതിൻ്റെ പരാതികൾ പറയുകയാണ്. ആ സമയത്ത് ഒരാൾ കയറി ചോദിക്കും, എന്താ അന്ന് ആണുങ്ങൾ എന്താ പ്രസവിക്കാത്ത, പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ പ്രസവിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, എന്നാൽ നിങ്ങൾ ആണുങ്ങളും പോയി പ്രസവിക്കുമെന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ജനറൽ കയറി വന്നിട്ട്, ജനറലിന് നമ്മുടെ ഹീറോയിനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ജനറൽ കയറി വന്നിട്ട് പറയും, അല്ല, എൻ്റെ സഹോദരി സിലാനെ കല്യാണം കഴിപ്പിച്ചു തന്നിട്ട് ഇത്രയും ദിവസമായി, എന്നിട്ട് നിങ്ങൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ, അതിൻ്റെ കാര്യം എന്താണെന്ന് വിശദീകരിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നിങ്ങൾ എൻ്റെ ഫാമിലി കാര്യമൊന്നും കോർട്ടിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ ഫാമിലി കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് അതെല്ലാം പറഞ്ഞ് എല്ലാ കാര്യം പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് ഇറങ്ങും. ഇതേ സമയം സിലാനെ കാണിക്കുകയാണ്. സിലാനാണെങ്കിൽ പറയുകയാണ്, ഇന്ന് ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, ഞാൻ ഇന്ന് എന്തായാലും മാജസ്റ്റി മീൻസ് നമ്മുടെ ഹീറോയിനെ വശീകരിച്ചിട്ടേ കാര്യമുള്ളൂ എന്നിട്ട് അവൾ കുറേ വൈനങ്ങ് കുടിക്കുകയാണ്. ഈ സമയത്ത് ഈ അവിടുത്തെ അരമനയിലെ ഡിസ്കഷനെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് പീരിയഡ്സ് ആവും. അപ്പോൾ അസിസ്റ്റൻറ്റ് മാത്രമല്ല ഈ കാര്യം അറിയത്തുള്ളൂ. അസിസ്റ്റൻറ്റ് ഇത് ഓർമ്മിപ്പിച്ചും കാണത്തില്ല. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയും, സോറി റാണി, ഞാൻ മറന്നുപോയതാണ്, എൻ്റെ അടുത്ത് ക്ഷമിക്കുന്നു പറയുന്ന സമയത്ത് റാണി ഒരു കാര്യം പറയും, ശരി, ഈ സിലാൻ എന്തിനാണ് എൻ്റെ അച്ഛൻ കല്യാണം കഴിപ്പിച്ച് വെച്ചത്, ഇപ്പോൾ അതെനിക്ക് വലിയൊരു തലവേദനയായി മാറിയേക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറലൊരു പയ്യനെ കാണിച്ചില്ലേ, അവൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം എല്ലാവരും നമ്മുടെ ഈ ഒരു അരൺമനയ്ക്ക് വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര സിലാനെ അറേഞ്ച് മാരേജ് ചെയ്ത് വെച്ചത് നമ്മുടെ ഹീറോയിനെയും. അപ്പോൾ ഈ കാര്യമൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഒരു കാര്യം ചെയ്യും, ഞാനിന്ന് വേട്ടയ്ക്ക് പോകാം, അവിടെ വെച്ച് അസിസ്റ്റൻ്റ് അടുത്ത് പറയണം, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ വെച്ച് ഒരാളെ എന്നെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഏർപ്പാടാകും, കുറച്ച് ദിവസമെങ്കിലും എനിക്ക് ഇതിന്നൊരു സമാധാനം കിട്ടുമല്ലോ പറയുമ്പോൾ അസിസ്റ്റൻറ്റും അതിനൊക്കെ ഓക്കെ പറയുവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ വന്ന് വേഗം പെടഞ്ഞങ്ങ് റൂമിൽ ചെന്നിട്ട് അവിടെ നിന്ന് തുണിയെല്ലാം എടുത്ത് ബാത്റൂമിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ സിലാൻ വന്ന് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് കണ്ട് കാണത്തില്ല. അപ്പോൾ സിലാൻ ചോദിക്കും, ഇതെന്തിനാ ഈ പെൺപിള്ളേരെ സാധനമൊക്കെ രാജാവിന് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാനിത് നിനക്ക് ഗിഫ്റ്റായി തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ സിലാൻ പറയും, ഇതൊന്നും അല്ല അത്യാവശ്യം, എന്നെ കാണാൻ സുന്ദരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വല്ലാതെ കേട്ടോ, എന്തോ പറയുന്നുണ്ട്, ഈ നമ്മുടെ സിലാൻ വന്ന് അവളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വരുന്ന പോലെ കാണിക്കുമ്പോൾ പറയും, നീ അടങ്ങും, നിനക്ക് വല്ല കോൾഡും പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുക. അവസാനം നമ്മുടെ സിലാൻ വന്ന് നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ പിന്നാലെ അങ്ങ് ഓടുക കേട്ടോ. ലാസ്റ്റ് ഇവളെ പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയും, നമുക്ക് വേട്ടയ്ക്ക് പോകാമെന്ന് പറയും. നമ്മുടെ ഹീറോയിൻ പറയും സിലാൻ്റെ അടുത്ത്, വാ നമുക്ക് വേട്ടയ്ക്ക് പോകാമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിനും സിലാനും അതുപോലെ തന്നെ നമ്മുടെ ജനറലും പിന്നെ കുറച്ച് പടയാളികളും കൂടിയിട്ട് വേട്ടയ്ക്ക് പോവാണ്. അവിടെ വെച്ച് നമ്മുടെ ഹീറോയിൻ വന്ന ഒരു പക്ഷിയെ വേട്ടയാടി ഇടുവാണേ. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ സിലാൻ നല്ലപോലെ എൻകറേജ് ചെയ്യുവാണ്, ഓക്കെ യുവർ മാജസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയണം, ഓക്കെ ഇന്ന് എൻ്റെ ഷോ ടൈമാണ്, അതുകൊണ്ട് ഞാൻ പോയിട്ട് കുറച്ച് വേട്ടയാടിയിട്ട് പറയാം, നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് 2-4 പടയാളികളെയും കൊണ്ട് നമ്മുടെ ഹീറോയിൻ അങ്ങ് മുമ്പേ പോവാണ്. ഈ സമയത്താണ് ജനറലിൻ്റെ ഒരു അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ ആളുകളെയെല്ലാം ഏർപ്പാടാക്കിയോ, അവൻ മരിച്ചിട്ട് വേണം, മീൻസ് നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ട് വേണം എനിക്ക് ഈ മുക്ഷി രാജ്യം എൻ്റെ ഇതിലാക്കാൻ, എന്ന് വെച്ചാൽ വേറെ ആരും ഇല്ലല്ലോ ആ രാജ്യം നോക്കാം. അപ്പോൾ എന്തുമായാലും ആരാവും, ഈ ജനറലായിരിക്കും അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, മനസ്സിലായോ. അപ്പോൾ അതിനുള്ള ആൾക്കാരെല്ലാം സെറ്റപ്പ് ആക്കിയെന്ന് അസിസ്റ്റൻ്റ് ചോദിക്കുമ്പോൾ അസിസ്റ്റൻ്റ് പറയും, ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് എന്തുമായാലും നമ്മുടെ പ്ലാൻ എല്ലാം നടക്കുമെന്ന് പറയണം.
എന്നിട്ട് നമ്മുടെ ഹീറോയും പോകുന്നതിൻ്റെ പിന്നാലെ നമ്മുടെ സിലാനും കൂടി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഒറ്റയ്ക്കല്ലേ പോകുന്നത്. നമ്മുടെ ഹീറോയും പിന്നെ അങ്ങ് ഒറ്റയ്ക്ക് പോവാണ്. ഒറ്റയ്ക്ക് പോയി ഒരു പള്ളം പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ വീഴാനായി പോകുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിമറിഞ്ഞ് വീണ് ഹീറോയും വന്ന് ഹീറോയിൻ്റെ മേലെ കിടക്കുക കേട്ടോ. അപ്പോൾ വന്ന് ഇവർ കണ്ണും കണ്ടും നോക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നോക്കി മതിമറന്ന് നോക്കുകയല്ലേ. അപ്പോൾ ഹീറോ സ്വയാലേക്ക് ദൈവമേ ഒരു ചെറുക്കം വരെ എന്നെ ഇങ്ങനെ മതിമറന്ന് നോക്കുന്നു, എന്നെ കാണാൻ ഇത്ര അങ്ങ് സൗന്ദര്യമാണോ എന്ന് നമ്മുടെ എന്താ പറയുന്നത് ഹീറോ വിചാരിക്കണം. അപ്പോൾ ഹീറോയിന് പെട്ടെന്ന് ബോധം വന്നു. ഇവർ രണ്ടുപേരും പെട്ടെന്ന് എണീറ്റ് നിൽക്കുക. നമ്മുടെ ഹീറോയും വിചാരിച്ചിരിക്കുന്നത് അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഒരാളെ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വെക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അയാളാണെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഹീറോയിൻ എന്ന് വെച്ചാൽ അവളുടെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ തുടയടിച്ചിട്ട് എന്ന് വെച്ചാൽ ഇവളെ തട്ടിക്കൊണ്ട് പോകാനാണ് ഈ ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരും. ഹീറോ പറയും, അതെ ഞാൻ നിന്നെ രക്ഷിച്ചു, നീ അതിനുള്ള നന്ദി പോലും കാണിച്ചില്ല. പിന്നത്തെ ഒരു കാര്യം, എനിക്ക് ആണുങ്ങളുടെ മേലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, നീ ഇതെന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് ഹീറോ വന്ന് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഹീറോയിൻ പറയേ, നിനക്ക് എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഞാൻ ആരാന്ന് വിചാരിച്ച് നീ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഒരു എന്താ പറയുന്നത് ഒരു അമ്പ് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഹീറോ അതിന്ന് വാൾ വെച്ച് ഇതാക്കി മാറും. എന്നിട്ട് ടാൻ എന്ന് പറയുന്ന ഒരാൾ വരും. ടാൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജനറൽ ഒരാളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞ് ഏർപ്പാടാക്കിയില്ല ഇവരെ കൊല്ലാൻ വേണ്ടി ഹീറോയിനെ, അയാളാണ് ഈ ടാൻ. അപ്പോൾ ടാൻ വന്നിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകാമെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്ഷി രാജ്യത്തിലെ ഇപ്പോഴത്തെ രാജാവില്ലേ, മീൻസ് നമ്മുടെ ഹീറോയിനെ ഏർപ്പാടാക്കിയതാണ് എന്നുവെച്ചാൽ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ ഏർപ്പാടാക്കിയെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്ന ആരെയും നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ. അപ്പോൾ അങ്ങനെ ഹീറോ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ വന്ന് ആരെ കൊല്ലാൻ പോകുന്നത്, നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് പോകുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ ഹീറോയും ടാനും തമ്മിൽ ഭയങ്കര ഫൈറ്റിങ് നടക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയും വിചാരിക്കണം, ഞാൻ ഈ അസിസ്റ്റൻ്റ് അടുത്ത് ഒരാളെ വിടാനല്ലേ പറഞ്ഞു, ഇയാൾ എന്തിനാണ് ഈ രണ്ടാളെ വിട്ടേക്കുന്നത്. എന്നിട്ട് ഹീറോയും പറയും, രണ്ട് കൈയും വിരിച്ചു വെച്ചിട്ട് പറയുവാണ്, ഓക്കെ ശരി നിങ്ങൾ ഫൈറ്റ് ഒന്നും ചെയ്യണ്ട, രണ്ടുപേരും കൂടി വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകും, അതല്ലേ ബെറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കും, ദൈവമേ ഇവൻ എന്തൊരു വൃത്തി എടുത്തിരിക്കണേ, ഫൈറ്റ് ചെയ്യാൻ പോലും വയ്യായോ, തോറ്റു കൊടുക്കുവാണല്ലേ ആദ്യം തന്നെ എന്ന് പറയണം. അതിനുശേഷം ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടാൻ വന്ന് ചവിട്ടുന്നേലേ ഹീറോ വന്ന് പറന്ന് ആ പള്ളത്തെ വീഴാനായിട്ട് പോകും. ആ സമയത്ത് ആ ഹീറോയിൻ ഇത് കണ്ട് പെട്ടെന്ന് വന്നിട്ട് കൈ കൊടുക്കുക. അപ്പോൾ ഹീറോ പറയും, എന്നെ താഴെ വിട്ട് കളയല്ലേ എന്ന് പറയും. അപ്പം ഹീറോയിൻ പറയും, എനിക്ക് മാത്രം എന്താ വിട്ട് കളയണമെന്നുണ്ടോ, ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ എന്ന്. ആ സമയത്ത് ടാൻ വന്ന് ഹീറോയിനെ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ആ പള്ളക്കിലങ്ങ് വീഴും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, നമ്മുടെ ജനറലിൻ്റെ ആ ഒരു അരണ്മനയെ കാണിക്കുവാണ്. അവിടെ നമ്മുടെ ജനറലിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുകയാണ്, ആ പള്ളത്തെ മൊത്തം തേടി നോക്കി, പക്ഷേ അവരെ കിട്ടിയില്ല, മീൻസ് നമ്മുടെ ഹീറോയിനെ കിട്ടിയില്ല. മാത്രമല്ല നമ്മുടെ ജനറൽ ഓൾറെഡി പറഞ്ഞു കാണും, അവനെ കൊന്നാലും വേണ്ടില്ല, അവൻ്റെ രാജമുദ്ര എനിക്ക് വേണം, കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടെങ്കിലും ഇവന് രാജാവാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതും കിട്ടിയില്ലെന്ന് പറയാം. അപ്പോൾ ജനറൽ ഭയങ്കരമായിട്ട് അങ്ങ് കോപിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, സിലാൻ വന്ന് ഹീറോയിനെ കാണാത്തതുകൊണ്ട് ഹീറോയിനെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ജനറൽ പറയും, അവളൊരു പൊട്ടിപ്പെണ്ണ, അവളെ പോയി നിങ്ങൾ അവളെയും കൂടി നോക്കി സംരക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആ രാജമുദ്രയാണ്, അതും കൊണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ വന്ന അസിസ്റ്റൻ്റ് അടുത്ത് അലറുവാണ്. അതിനുശേഷം കാണിക്കുവാണ് നമ്മുടെ ഹീറോയിനും കൂടി ആ പള്ളത്തെ വീണില്ലയോ, അവിടെ വീണിട്ട് എന്താ പറയുന്നത്, നമ്മുടെ ഹീറോയും വന്ന് ഒരു മരത്തെ ഞെണ്ടി കിടക്കുക. അവളുടെ കാലിലാണ് ആര് ഞെണ്ടി കിടക്കുന്നത്, നമ്മുടെ ഹീറോ ഞെണ്ടി കിടക്കുന്നത്. എന്നിട്ട് ഹീറോയും പറയുവാണ്, എൻ്റെ ചെരുപ്പ് ഇപ്പോൾ പോകും, മര്യാദയ്ക്ക് പിടിക്കുമെന്ന് പറയണേ. എന്നിട്ട് ഹീറോ വന്നിങ്ങനെ അവളെ കാലിൽ പിടിച്ച് കയറി വരും. അപ്പോൾ ഹീറോയും പറയും, എൻ്റെ പാൻറ്റ് ഇപ്പോൾ ഊരിപ്പോവും, നീ അങ്ങ് എന്തോ കാണിക്കുവാന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഹീറോ പറയാം, പിന്നെ നീ ഒരു ആണല്ലോ, നിനക്ക് എന്തോ പാൻറ്റ് ഊരിപ്പോയപ്പോൾ എന്തോ പ്രശ്നം, ഇപ്പോൾ ജീവനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, വേറെ എന്തോ പോലും എൻ്റെ പാൻറ്റ് ഊരിപ്പോയില്ല, എൻ്റെ മാനം കെടുത്തരുതെന്ന് പറയും. എന്നിട്ട് ഹീറോയും പറയും, എന്നാൽ ശരി വേഗം പിടിച്ച് കയറി ഇങ്ങ് വരാൻ പറയുവേ. ഹീറോ വന്നിങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേ ഹീറോയ്ക്ക് മനസ്സിലാകുന്നത് ഇതൊരു എന്തുവാ പെണ്ണുങ്ങളുടെ ബോഡി പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഹീറോ ഒരുമാതിരിയായി ഞെട്ടി നോക്കുന്ന സമയത്ത് ഹീറോയിൻ പറയും, വൃത്തി കേട്ടോ എന്ന് പറയും. ആ സമയത്ത് ഓരോന്ന് നോക്കുമ്പോൾ കൈവെട്ടി ഇവർ രണ്ടുപേരും ചെന്ന് വീഴും. ഈ ചെന്ന് വീഴുന്നേരം നമ്മുടെ ഹീറോയിൻ്റെ തല വന്ന് ഒരു മരത്തെ ചെന്ന് ഇടിച്ച് കാണും. ആ ഇടിച്ചതിൻ്റെ ഒരു എഫക്റ്റിൽ ഹീറോയിൻ വന്ന് മയങ്ങിയും പോവും. എന്നിട്ട് ഹീറോ പറയും, ഞാനും വിചാരിച്ചു ഒരു ആണിൽ നിന്ന് ഇത്രയും കുറുമ്പ് തരുന്നത്, ഇപ്പോഴല്ലേ മനസ്സിലായി നീ ഒരു പെണ്ണാന്ന്. എന്നിട്ട് ഹീറോ വന്ന് ഹീറോയിൻ്റെ ഒരു ഡോക്ടറെ വരുത്തിയിട്ട് ഒരു വണ്ടിയിൽ, ഒരു കുതിര വണ്ടിയിൽ ഹീറോയിനെ കൊണ്ടുപോകാം. എന്നിട്ട് ചോദിക്കുവാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഡോക്ടർ പറയും, കുഴപ്പമൊന്നുമില്ല, തല ഇടിച്ചതിൻ്റെ ഒരു ഇതിലുള്ള മയക്കേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പോൾ ഹീറോ പറയുവാണ്, അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയതുകൊണ്ട് അവൾക്ക് തന്നെ, അതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പവും വരരുതെന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് പറയുവാണ്.
ഇവരിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് 3 പേരെ നമുക്ക് കാണിക്കുകയാണ്. ജനറൽ ഓൾറെഡി നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മുടെ ഷ്യുവാൻജി രാജ്യത്തിലെ രാജാവ്, മീൻസ് ഇപ്പോഴത്തെ രാജാവ് വരെ നമ്മുടെ ഹീറോ അല്ലേ, ഹീറോയെ കൊല്ലാൻ വേണ്ടി 3 ആളുകളെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊന്ന് സംസാരിക്കുവാണ്. ഈ ജനറൽ പറഞ്ഞ പോലെ കൊന്നെങ്കിൽ ഇവർക്ക് ഒരു ഫാമിലിയൊക്കെ പോയി കാണാൻ പറ്റുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യാം, ഈ രാജാവിനെ മീൻസ് നമ്മുടെ ഹീറോനെ തീർക്കാമെന്ന് ഇവർ പ്ലാൻ ചെയ്യുവാണ്. ഇതേ സമയം അന്ന് രാത്രിയായി. നമ്മുടെ സിലാനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അന്വേഷിച്ച് ഓടി വന്ന് എവിടെ കടന്ന്, മൂക്ഷി രാജ്യത്തു നിന്ന് കടന്ന് നമ്മുടെ മറ്റേ ചിനിയുവ രാജ്യത്തെ വന്ന് അവിടെ വന്നിട്ട് ഇവിടെ പടയാളികളെല്ലാം വന്ന് പിടിച്ചിട്ട് പറഞ്ഞ് മൂക്ഷി രാജ്യത്തു നിന്ന് ഈ പെണ്ണ് പറഞ്ഞേക്കുന്ന ഇവളെ പിടിക്കാൻ പറയുവാണേ. ആ ടൈമിൽ എന്താ പറയുന്നത്, സിലാൻ പറയും ഞാൻ വന്ന് എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് എങ്ങോട്ട് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഇവളെ പിടിച്ച് അടിമയാക്കി വയ്ക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലയോ മറ്റേ ജനറൽ കൊല്ലാൻ വേണ്ടി 3 പേരെ കിട്ടുന്നത്, അവർ വന്ന് ഈ പടയാളികളുടെ വേഷവും ധരിച്ച് ഒരു വാളെല്ലാം കൈപിടിച്ചിട്ട് നമ്മുടെ ഹീറോൻ്റെ മറ്റേ റൂമില്ലേ, അരൺമനയിലെ റൂമിനകത്ത് കയറിയിരിക്കുവാണ്. ഇവർ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ച് ഇതെന്താണ്, ആരാണ്, നമ്മുടെ ഹീറോ ആണെന്ന് വിചാരിച്ച് 3 പേരും ചെന്ന് നമ്മുടെ ഹീറോയിൻ അവിടെ കിടക്കുന്നത്, ഹീറോയിൻ്റെ മേൽ വാള ഓങ്ങുന്നതോട് കൂടിയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.